ഈ വലിപ്പമുള്ള ചക്കയാണ് നമ്മൾ പറിക്കുന്നത്. ഇത് 1 കിലോ വലിപ്പമാണ് ഈ ചക്ക. ഇത് കൂട്ടൊരു 500 ചക്ക പറിച്ചിട്ട് ഈ 300 കിലോ കിട്ടുകയില്ല. നമ്മൾ പറിക്കുന്നതിൻ്റെ പകുതി നമ്മൾക്ക് വേസ്റ്റായിട്ട് പോവുക. എല്ലാ വർഷവും 2 പ്രാവശ്യവും നമ്മൾ ഇത് വെക്കുമായിരുന്നു. സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒന്ന് വെക്കും, എന്താണോ രണ്ടാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ വെക്കും. വിളവെടുക്കുന്ന ചക്കകളിലെല്ലാം നിറയെ പുഴുക്കൾ. കിട്ടിയ ഓർഡർ കൃത്യസമയത്ത് കൊടുക്കാൻ പോലും ആകാത്ത അവസ്ഥ. 3 ഏക്കറിൽ 300 വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകൾ നട്ടുവളർത്തി ഉൽപ്പാദനത്തിലേക്ക് എത്തിയപ്പോൾ കോട്ടയം ചെങ്ങള സ്വദേശി വയലുങ്കൽ പുതുവയലിൽ സലേഷ് ആന്റണി നേരിട്ട പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. വിളവെടുത്ത ചക്കകളെല്ലാം ഉപയോഗശൂന്യമായി പോയപ്പോഴും അദ്ദേഹം തളർന്നില്ല. പകരം അത് മറികടക്കാൻ എന്ത് ചെയ്യാമെന്ന് അന്വേഷിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയതാവട്ടെ ജൈവ കീട നിയന്ത്രണ മാർഗത്തിലും. അതിനുശേഷം എല്ലാ വർഷവും കീടാക്രമണത്തെ ചെറുക്കാനുള്ള ജൈവ നിയന്ത്രണ മാർഗം തോട്ടത്തിൽ വയ്ക്കാൻ സലേഷ് മറക്കാറില്ല. ബാക്കി അദ്ദേഹം തന്നെ പറയട്ടെ. ഞാനൊന്ന് ഈ ഇതിൽ ഫീൽഡിലേക്ക് ഇങ്ങ് വന്നു. നമ്മൾ ചക്ക ബിസ്മിയുടെ ഓർഡറാണ്. അപ്പോൾ ഞാനും ഇന്ന് നമുക്ക് സ്റ്റാഫൊന്നുമില്ല, ഞാനും അവളും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ചക്ക പറിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ ചക്ക പറിച്ച് ഓരോന്ന് നോക്കും. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഒരു പുഴു കുത്തി വെച്ചേക്കുക. ഞങ്ങളോട് പറയും ഈ പുഴു കുത്തി ചക്ക നമുക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ പ്രാവശ്യം ഞങ്ങൾ 300 കിലോയുടെ ഓർഡറാണ് നമ്മൾ പറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ 1 കിലോ ഈ വലിപ്പമുള്ള ചക്കയാണ് നമ്മൾ പറിക്കുന്നത്. 1 കിലോ വലിപ്പമാണ് ഈ ചക്ക. ഇത് കൂട്ടൊരു 500 ചക്ക പറിച്ചിട്ട് ഈ 300 കിലോ കിട്ടുകയില്ല. നമ്മൾ പറിക്കുന്നതിൻ്റെ പകുതി നമ്മൾക്ക് വേസ്റ്റായിട്ട് പോവുക. ഞാനിത് കഴിഞ്ഞ് ഇത് പറിച്ചൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മുന്നേ ഇത് ഭയങ്കര നഷ്ടമാകില്ല ഈ പരിപാടിയെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ജോർജ് കുട്ടി സാർ എന്നെ വിളിച്ചു. എടാ ചക്ക നിൽപ്പുണ്ടോ, എനിക്കൊരു വലിയ ചക്ക തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എല്ലാവരും ജോർജ് കുട്ടി സാറിനെ വിളിക്കും, ഞാൻ മാത്രമേ ചേട്ടാന്ന് വിളിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ജോർജ് കുട്ടി ചേട്ടാ ഞാൻ ചേട്ടനെ ഒന്ന് വിളിക്കാനിരിക്കുക, ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, എന്നാന്ന് ചോദിച്ചാൽ എന്നാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സാറ് വന്നു. ഞങ്ങൾ എന്നിട്ട് എൻ്റെ ഈ ചക്ക 2-3 ഞങ്ങൾ ഈ പറിച്ചിട്ട് കൂട്ട് എടുത്തിട്ട് ഞങ്ങൾ മുറിച്ചപ്പോൾ ഇത്ര എന്നുള്ളതിൽ അതിനകത്ത് പുഴു ഇരിപ്പുണ്ട്. ഈ കൂട്ട് പഴം തുറക്കുന്ന പുഴു, ഫ്രൂട്ട് ബാർഡർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എടാ ഇത് വലിയ പ്രശ്നമുള്ള സാധനമാണ്, നമുക്ക് ഇനിയിപ്പോൾ തന്നെ മറുമരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സാറ് ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ തിരിച്ച് കയറിപ്പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് സാറ് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ വെള്ളായണി വിളിക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് വെള്ളായണി വിളിച്ച് ഒരു സാറിൻ്റെ ജൂനിയറായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസറെ വിളിച്ചു, ഒരു ഹസീന ഭാസ്കർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വിളിച്ച് പറഞ്ഞു. അവർ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അവർ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ഇന്നൊരു സാധനമാണ് എന്ന് കഴിഞ്ഞ് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് സാറ് പറഞ്ഞു ഒരു എൻഡമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ തിരുവനന്തപുരത്തിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തിന് വിളിച്ചിട്ട് അവിടുന്ന് പ്രതാപൻ സാറ് വന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി മൊത്തം തോട്ടം കയറി നോക്കി നടന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു പ്രശ്നം, നമുക്കിത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ ഈ നെല്ലിന് വെക്കുന്ന ട്രൈക്കോക്കാർഡില്ലേ, ആ ട്രൈക്കോക്കാർഡ് വെച്ചാൽ മതി, ഇത് മാറുമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ വെർട്ടിസീലിയം അടിക്കുകയും ചെയ്താൽ മതി, ഇത് നിങ്ങൾക്കിത് മൊത്തം നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. സാർ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ട്രൈക്കോക്കാർഡ് അവിടുന്ന് അയച്ചു തന്നു. ഞാനിത് കിട്ടിയ ആ സെക്കൻഡിൽ തന്നെ ഞങ്ങളിത് രാത്രിയിൽ എനിക്ക് കൊറിയർ സാധനം കിട്ടി. ഞാൻ അന്ന് തന്നെ ഇത് രാത്രിയിൽ തന്നെ ഞങ്ങളിത് ഈ ഇങ്ങനെ ഇലയിൽ നമ്മൾ ഓരോ ഇലയിലെയും പുറകിലത്തെ സൈഡിൽ ഇങ്ങനെ നേരെ ഇത് ഇങ്ങനെ നിൽക്കുന്ന ഇലയാണെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ സൈഡിലോട്ട് കയറ്റി വെച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ വെച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് വിരിഞ്ഞ് അന്ന് പിറ്റേ ദിവസം രാവിലെ ഇത് വിരിഞ്ഞിറങ്ങും. ഇതിൽ കടന്നൽ പോലത്തെ ഒരു ഈച്ചയുടെ ഒരു മുട്ടയാണ് അവർ തരുന്നത്. അത് വിരിഞ്ഞങ്ങോട്ട് ഇറങ്ങി ഇത് മൊത്തം അങ്ങോട്ട് സ്പ്രെഡായി കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അന്നേരം അത് കുത്തും. അതോടെ ഈ സാധനത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് സാറിനോട് പറഞ്ഞു ഇനി വെർട്ടിസീലിയം അടിക്കാൻ പറഞ്ഞു. ഞാൻ വെർട്ടിസീലിയം അടിച്ചു. ആ വർഷം കൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് നല്ല ഷേപ്പുള്ള ചക്കയും ഇതുണ്ട്. ഇതെല്ലാം ഒരെണ്ണത്തെ പോലും പുഴു കുത്താൻ നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ വർഷവും 2 പ്രാവശ്യവും നമ്മൾ ഇത് വെക്കുമായിരുന്നു. സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒന്ന് വെക്കും, രണ്ടാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ വെക്കും. അന്നേരത്തേന് ഇത് നമുക്ക് അല്ലെ ഈ ഇതുണ്ട്, ഇത് പോളിനേഷൻ തോട്ടം സ്റ്റാർട്ട് ചെയ്യാറായ മരമാണ്. ഇത് കൂട്ട കായത്, ആ കായയിൽ ഇതിലാണ് കയറി കുത്തുന്നത്. ഇത് ബയോളജിക്കൽ കൺട്രോൾ വെച്ച് നമുക്ക് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റും. എന്നാലേ നമുക്കിത് കൂട്ട് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞ് ടാറ്റാമിഡ അടിക്കുക, അങ്ങനെ പല സാധനങ്ങൾ അടിക്കാനൊക്കെ പറഞ്ഞു. അതൊന്നും അടിച്ച് നമുക്കിത് ഒന്നാമത് ഇത് നമ്മൾക്ക് കൂടുതൽ എക്സ്പോർട്ടിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അവിടെ അവർ ടെസ്റ്റിന് പോകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം അവരെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടും. പക്ഷേ
മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് നമ്മളെ ഏജൻസികൾക്കല്ല സപ്ലൈ ചെയ്യുന്നത്, അവരുടെ പൈസ പോകും. അവർ പിന്നെ നമുക്ക് ഓർഡറും തരത്തില്ല. അത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും ഇല്ല എന്ന് പറയും.